ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതംപൊടി വെച്ചിട്ട് വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു പലഹാരം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കട്ട ശർക്കര, 2 അച്ച് ശർക്കരയിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ്. ഇത് അരക്കപ്പോളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അമൃതം പൊടി. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിന് കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ ഇട്ട് കൊടുക്കുന്നത് നമ്മളിത് ഓയിലിൽ വറുത്തെടുക്കുമ്പോൾ എണ്ണ അധികം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റവ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള ശർക്കര നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്തായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്കിനി ഇത് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും, പിന്നെ ഉൾഭാഗം വേവില്ല. പിന്നെ നമ്മൾ ഇട്ട വഴിക്ക് ഇത് തിരിച്ചിടാനായിട്ട് നോക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാകെ പൊട്ടിപ്പോവും. കുറച്ചൊന്ന് താഴത്തെ ഭാഗം ഒന്ന് റെഡിയായി തോന്നുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഇപ്പോൾ അതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഓയിലിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫ്ലെയിം നന്നായി കൂട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കുക. അപ്പോൾ അധികം എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാതും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഓയിലൊന്ന് ഇതിൻ്റെ മേലേക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ ഒട്ടി പിടിക്കാതെ കിട്ടും. പിന്നെ ചില സമയത്ത് കിട്ടുന്ന അമൃതം പൊടി തരി കൂടുതലുള്ളതായിരിക്കും. ചിലത് നല്ല നൈസായിട്ടുള്ള അമൃതം പൊടിയാണ് കിട്ടുക, ചിലത് നല്ല തരി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിതിൽ മാവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആകെ ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ മൈദയും പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിഞ്ഞു പോകുന്നത് ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല ചൂടാറിയതിന് ശേഷം കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ശരിക്കും ഒരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.